നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസിന്റെ അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. PM ശ്രീയിൽ CPIM വഴങ്ങുന്നുവെന്ന് വിവരം. ധാരണാപത്രം മരവിപ്പിക്കുന്നുവെന്ന് അറിയിച്ച് കേന്ദ്രത്തിന് കത്ത് നൽകും. കത്തിന്റെ കരട് MA ബേബി CPI ജനറൽ സെക്രട്ടറി D രാജയ്ക്ക് അയച്ചുകൊടുത്തു. കത്ത് CPI സംസ്ഥാന നേതൃത്വം പരിശോധിക്കുകയാണ്. മന്ത്രിസഭാ യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കുന്ന കടുത്ത നടപടിയിലേക്ക് CPI കടക്കുമെന്നിരിക്കെയായിരുന്നു CPIMന്റെ നിർണായക നീക്കം. അതേസമയം PM ശ്രീയിൽ CPIM വഴങ്ങുന്നുവെന്ന വാർത്തയിൽ പ്രതികരണവുമായി BJP നേതാവ് K സുരേന്ദ്രൻ രംഗത്ത്. ആത്മഹത്യാപരമായ തീരുമാനമാണെന്ന് K സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. ഗവൺമെന്റിന്റെ വിശ്വാസ്യത പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇടുക്കി അടിമാലിയിലെ മണ്ണിടിച്ചിലിൽ പരിക്കേറ്റ സന്ധ്യയുടെ ചികിത്സാ ചെലവ് നാഷണൽ ഹൈവേ അതോറിറ്റി വഹിക്കുമെന്ന് ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചു. ചികിത്സാ ചെലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ NHAI പ്രോജക്ട് ഡയറക്ടർക്ക് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിരുന്നു. കരാർ കമ്പനി അപകടമുണ്ടായതിനു ശേഷം ബന്ധപ്പെടുകയോ വിവരങ്ങൾ അന്വേഷിക്കുകയോ ചെയ്തിരുന്നില്ലെന്ന് സന്ധ്യയുടെ സഹോദരൻ സന്ദീപ് വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ചികിത്സാ ചെലവ് ദേശീയപാത അതോറിറ്റി ഏറ്റെടുത്തത്. പത്തനംതിട്ടയിൽ 12 വയസ്സുകാരനോട് അച്ഛന്റെ ക്രൂരത. കുട്ടിയെ ചട്ടുകം വെച്ച് പൊള്ളിച്ചു. ശേഷം തലഭിത്തിയിലിടിപ്പിച്ച് പരിക്കേൽപ്പിച്ചു. പരിക്കേറ്റ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാലക്കാട് പല്ലഞ്ചാത്തന്നൂരിൽ ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊന്നു. പൊള്ളപ്പാടം സ്വദേശിനി ഇന്ദിരയാണ് അരുംകൊലയ്ക്ക് ഇരയായത്. 60 വയസ്സായിരുന്നു പ്രായം. ഭർത്താവ് വാസുവാണ് ഇന്ദിരയെ തർക്കത്തിനിടെ ആക്രമിച്ച് ഗുരുതര പരിക്കേൽപ്പിച്ചത്. കുടുംബ പ്രശ്നമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പറയപ്പെടുന്നത്. വാസുവിനെ പോലീസ് പിടികൂടി ചോദ്യം ചെയ്തു വരികയാണ്. ഡൽഹിയിലെ വായുമലിനീകരണം നിയന്ത്രിക്കാൻ കൃത്രിമ മഴയ്ക്കായി ആരംഭിച്ച ക്ലൗഡ് സീഡിംഗ് ദൗത്യം ഫലം കണ്ടില്ല. ഇന്നലെ ഉച്ചയോടെ ക്ലൗഡ് സീഡിംഗ് നടത്തിയെങ്കിലും മഴ പെയ്യിക്കാനായില്ല. മേഘങ്ങളിലെ ഈർപ്പത്തിന്റെ അംശം 20% താഴെയായതിനാലാണ് കൃത്രിമ മഴ പെയ്യിക്കാൻ കഴിയാത്തതെന്നാണ് IIT കാൺപൂരിന്റെ വിശദീകരണം. കൂടുതൽ വാർത്തകൾക്ക് വേണ്ടി കേൾക്കൂ നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസിന്റെ അപ്ഡേറ്റ്സ്.